നമ്മൾ ഈ കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുകയാണ്. ഇത് പരമ്പരാഗതമായി നടത്തുന്നൊരു യാത്രയ്ക്കപ്പുറം ഭാവി കേരളത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടുന്നൊരു യാത്രയാണ്. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഞാൻ നിങ്ങളോട് UDF-ന് വേണ്ടി വാക്കു പറയുന്നു, കൈ പിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മൾ ഈ സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും മുകളിലേക്ക്. അതിനുള്ള കർമ്മ പദ്ധതികൾ, നികുതി ഭരണ പരിഷ്കാരം ഉൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ, കേരളത്തിൻ്റെ വ്യാവസായിക കാർഷിക മേഖലകളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വെറും മാനിഫെസ്റ്റോ അല്ല, അതിൻ്റെ അപ്പുറത്താണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ അവിടെ നിന്ന് അതിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും UDF. നാളെ കോഴിക്കോട് വെച്ച്, ഞാൻ അതിനു മുമ്പ് പറയട്ടെ, നമ്മൾ ഒരു UN ഹെൽത്ത് എക്സ്പേർട്ടായ ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി, ഹെൽത്ത് കോൺക്ലേവ് നടത്തി. 150ഓളം ഡോക്ടർമാർ മാസങ്ങളോളം പ്രവർത്തിച്ച് ആരോഗ്യ കേരളത്തെ രക്ഷിക്കാൻ നാളെ കോഴിക്കോട് വെച്ച് ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആരോഗ്യ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മൾ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. സമഗ്രമായ പദ്ധതികളാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. 150ഓളം ഡോക്ടർമാർ, ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികളായ ഡോക്ടർമാർ വർക്ക് ചെയ്ത ഡോക്യുമെന്റ്. അതാണ് പറഞ്ഞത്, വെറും പ്രതിപക്ഷമല്ല. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ. അവർ ജർമ്മനിയിലും കാനഡയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ UDF കേരളത്തിലെ സർവകലാശാലകളിൽ ആരംഭിക്കും. അവർ പഠിച്ചു പുറത്തിറങ്ങിയാൽ അവർക്ക് തൊഴിൽ കിട്ടാൻ സമഗ്രമായ ഒരു പദ്ധതി കേരളത്തിലെ വ്യാവസായിക രംഗത്ത്, സംരംഭക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ ഡോക്ടർ അച്യുത് ശങ്കറിൻ്റെ നേതൃത്വത്തിൽ 7 മുൻ വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ അക്കാഡമിഷ്യൻസിൻ്റെ സമഗ്രമായ ഒരു പദ്ധതി. കാർഷിക മേഖലയ്ക്ക് വലിയൊരു പാക്കേജ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരത ഉറപ്പുവരുത്തും. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്, ഉൽപാദന ചെലവ് പ്ലസ് 50%, അതാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില ഓരോ ഉൽപ്പന്നത്തിനും. വന്യജീവികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ, ജനങ്ങളെ രക്ഷിക്കാൻ വലിയ പദ്ധതി. പരമ്പരാഗതമായ രീതികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ആധുനിക സങ്കേതങ്ങളും സമന്വയിപ്പിച്ച വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പാവങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതി. അങ്ങനെ എല്ലാ മേഖലകളിലും, ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോവും. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ആ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കും. സാധാരണ മാനിഫെസ്റ്റോയല്ല, സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതിക കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ, ഞാൻ പറഞ്ഞല്ലോ, ഗവേഷണ തുല്യമായ പഠനങ്ങളിലൂടെ തയ്യാറാക്കിയ പദ്ധതികൾ. ആ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിക്കും. അത് ഈ കേരളത്തിന് മാറ്റമുണ്ടാകും, ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. അതാണ് കേരളത്തെ നമ്മൾ മാറ്റും. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റും. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസുള്ള സ്ഥലമാക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു തഹസിൽദാരോട് 6 മാസം കൊണ്ട് 2 ഏക്കർ സ്ഥലം എടുത്താൻ പറഞ്ഞാൽ, ഒരു ആശുപത്രി പണിയാൻ 6 കൊല്ലം കഴിഞ്ഞാൽ എടുക്കില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിലോ ഒരു മാനേജരോട് 6 മാസത്തിനകം 2 ഏക്കർ സ്ഥലം എടുക്കാൻ പറഞ്ഞാൽ എടുത്തില്ലെങ്കിൽ അവൻ്റെ പണി പോവും, ഇല്ലേ? സർക്കാരിൽ എന്താ, 6 കൊല്ലം കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല. UDF വരുമ്പോൾ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോകണം, നിയമവൽക്കരിക്കാൻ പോവുകയാണ്. 181ാമത്തെ ദിവസം
അയാൾ ഉത്തരം പറയേണ്ടി വരും എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് ഏറ്റെടുത്തോളും. നല്ല മിടുക്കന്മാരാണ് ഇവരൊക്കെ, പണി അറിയാവുന്ന ആളാണ്. പക്ഷേ ഒരു കൾച്ചറില്ല. മാറ്റമുണ്ടാകും, എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകും. അതിനുള്ള കേരളത്തെ ഇനി നമുക്ക് പുറകോട്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് മുൻപിലേക്ക് കുതിച്ചേ പറ്റൂ. ഈ പദ്ധതി നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കൊച്ചുങ്ങൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടാണ്. അവരുടെ ഭാവി കേരളം സുരക്ഷിതമാക്കും UDF. ഇത് വാക്കാണ്. ഈ വാക്കാണ് ഈ യാത്രയിലുടനീളം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. എവിടെയാണ് കേരളം ഭരിക്കുന്ന ഭരണകക്ഷി? ഇന്ന് ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ സിദ്ദിഖ് MLA എൻ്റെ കൂടെ ഇരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ലഘുലേഖയാക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തുവിടുക, എല്ലാ വീട്ടിലും കൊടുക്കാൻ, ട്രൈബൽ കോളനികളിൽ കൊടുക്കാൻ. അപ്പോൾ CPMമാർ ഗൃഹസന്ദർശനം നടത്താൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കണ്ടു, പകുതി ആളുകൾ വീട്ടിൽ പോയില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഇവരുടെ പുറകെ പോവോ? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കണമെന്ന്. കാരണം എന്താ? അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോണത് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികർ, അതായത് ഇടതുപക്ഷമാണ് നല്ലത്, ഇടതുപക്ഷം വന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും, അവർ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് 4 പതിറ്റാണ്ടായി നടന്ന ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുണ്ട്. അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം. എന്താണെന്നറിയാമോ? നമ്മളെക്കാൾ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ അവരാഗ്രഹിക്കുന്നു. എന്താ കവി സച്ചിദാനന്ദൻ പറഞ്ഞത്? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞത് ഇനി തുടർ ഭരണം വേണ്ടെന്ന. എന്താ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറാ ടീച്ചർ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പിണറായി 3 അയ്യോ വേണ്ടെന്ന്. ഞാൻ പക്ഷേ ഈ പിണറായി 3 എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തെ ഇച്ചിരി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. എന്താ കാര്യം എന്നറിയാം? പിണറായി 3 എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പേടിച്ച് എൻ്റെ അമ്മയെ ഇവന്മാർ വീണ്ടും 3ാമത് വരുമോ എന്നുള്ളൊരു ഭയം വരും. നല്ലതാണ്. ഞാൻ മുല്ലപ്പള്ളി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുക 1977. അപ്പോൾ CPMൻ്റെ ഒരു മുദ്രാവാക്യമാണ്, ഉഗ്രമുദ്രാവാക്യം. 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതായത് 57-ലും 67-ലും മുഖ്യമന്ത്രിയായ EMS, 77-ലും മുഖ്യമന്ത്രിയാവും. 77-ൽ എന്താ സംഭവിച്ചത്? കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിജയം നേടി. 140-ൽ 111 സീറ്റ് നേടി. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. EMSൻ്റെ ഭൂരിപക്ഷം 2000 തികഞ്ഞില്ല. അത് തന്നെയാണ് പിണറായി 3-ന് വരാൻ പോണത്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങളത് സമ്മതിക്കില്ല. ഞാൻ കണ്ണൂരിലെത്തി, ഞെട്ടിപ്പോയി. എന്താണ് അവിടെ വിവാദം? രക്തസാക്ഷി ഫണ്ട് വിവാദം. CPMന് ഇപ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. കാരണം അവരുടെ പേരിൽ ഫണ്ട് പിരിക്കാൻ പൈസ അടിച്ചു മാറ്റാം. അവിടെ അതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്ത ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന് ജയിലിൽ കിടക്കുന്ന 3 CPM നേതാക്കൾക്കെതിരായി നടപടിയില്ല. അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കട്ടെടുത്ത 3 നേതാക്കൾക്കെതിരെ നടപടിയില്ല. ഇവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് തെളിവ് സഹിതം പറഞ്ഞ CPM നേതാവിനെ പുറത്താക്കി. ഇത് എന്തൊരു വൈരുദ്ധ്യമാണ്! ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ ഇതാണ്. മനസ്സിലായ? ഇതാണ്. ഇനി ഗോവിന്ദൻ മാഷോട് ചോദിച്ചാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കി തരും. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇത് അദ്ദേഹം. ഇതാണ് സ്ഥിതി. അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിയെടുത്തു രക്തസാക്ഷിയുടെ. തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ ഒരു വിഷ്ണുവിനെ കൊന്നു, CPMകാരൻ, ചെറുപ്പക്കാരനാണ്. ആ ഫണ്ട് തട്ടിയെടുത്തു. ഞാൻ 5-ാം തീയതി പുതുയുഗ യാത്രയ്ക്കായി കാസർഗോഡേക്ക് പുറപ്പെടുന്ന അന്ന് തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ രക്തസാക്ഷികൾ കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി, അവരുടെ കുടുംബം കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി ഈ CPM മാറി. അതാണ് ഇവരുടെ സ്ഥിതി. പരമദയനീയമാണ് ഇവരുടെ സ്ഥിതി. ഇവർക്ക് കേരളത്തിൽ ജനങ്ങളോട് പറയാൻ ഒരു കാര്യങ്ങളുമില്ല. ഇവർക്ക് പറയാൻ. ഇവർ 2021 പറഞ്ഞെന്താ? 21 പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കും. നിങ്ങൾ കേട്ടോ, 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല ഇവർ.
എന്നിട്ട് ഈ തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ്റെ തലയാഴ്ച 400 രൂപ കൂട്ടി. ഞങ്ങൾ അന്നേ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിശോധിക്കരുത്. അവരെന്ത് ചെയ്തു? ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. എന്നിട്ട് UDF കൊണ്ട് വോട്ട് ചെയ്തു. അതാണ് ആ മണി സഖാവ് ഇടുക്കിയിൽ പറഞ്ഞത്. അവന്മാർ നമ്മുടെ കാശും മേടിച്ച് കൊണ്ടുപോയി LDF വോട്ട് ചെയ്തു, UDF വോട്ട് ചെയ്തെന്ന്. LDFൻ്റെ കാശും മേടിച്ചു. അത് ശരിയാ. എന്താ പറയുക, അവർക്കറിയാം ഇവന്മാർ 2 മാസം പെൻഷൻ തരുള്ളൂ. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കുണ്ട്. ഒടുക്കത്തെ പ്രഖ്യാപനമാണ്. എന്താണ്? കാസർഗോഡ് 7000 കോടി രൂപയുടെ പ്രഖ്യാപനം, വയനാട് 5000 കോടി, ഇടുക്കിയിൽ 5000 കോടി, തീരപ്രദേശത്ത് 12000 കോടി. ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു കാസർഗോഡ് 7000 കോടി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ധനകാര്യമന്ത്രിയോട്, എന്തിന് 7000 കോടിയാക്കി, ഒരു 70,000 കോടിയാക്ക്. കാരണം ചെലവാക്കൂലല്ലോ, പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. വെറുതെ പ്രഖ്യാപിക്കുകയാണ്. ഇവരുടെ കഴിഞ്ഞ 5-6 കൊല്ലക്കാലത്തെ ബജറ്റ് പരിശോധിച്ചാൽ ഇവരുടെ പ്രഖ്യാപനം മാത്രം എടുത്ത് ജനങ്ങൾക്ക് കൊടുത്താൽ മതി, എല്ലാവരുടെയും വീട്ടിൽ. അപ്പം മനസ്സിലാവും ഇവരുടെ കാപഢ്യം എന്ന് പറയുന്നത്. ഇവരുടെ കാപഢ്യമാണ്. അതാണ്. പിന്നെ എന്താ? സംഘപരിവാറിനൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? BJPക്കും സംഘപരിവാർ അവരെവിടെ ചെന്നാലും ആളുകളെ തമ്മിലടിപ്പിക്കും, മതങ്ങളെ തമ്മിലടിപ്പിക്കും, ഭിന്നതയുണ്ടാക്കും, വിദ്വേഷ പ്രസംഗം നടത്തും, എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. അത് നമുക്ക് അത്ഭുതമില്ല. ഒരു പണ്ട് മുതലേ ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മുടെ CPM കേരളത്തിലെ അതേ പാതയിലാണ്. ചേട്ടൻ ബാവ ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തിരുവനന്തപുരത്ത് അനിയൻ ബാവയും പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഷാഫിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, രാഘവേട്ടനുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ദിവസത്തെ പിണറായി വിജയന്റെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. എന്താണെന്നറിയാം? അന്ന് ന്യൂനപക്ഷ പ്രേമമായിരുന്നു. ഗാസ, പൗരത്വ രജിസ്റ്റർ, ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, ന്യൂനപക്ഷത്തിന് മനസ്സിലായി ഇതൊക്കെ വെറുതെ എന്ന്. അവർ വോട്ട് ചെയ്തില്ല. അപ്പോൾ ദേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി. അപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ഡൽഹിയിൽ ചെന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻ്റർവ്യൂ കൊടുത്തു ഹിന്ദു പത്രത്തിൽ, പിന്നെ ഹിന്ദുവിൽ പത്രത്തിൽ. പിന്നെ AK ബാലൻ്റെ വരവായി. ഒരു മന്ത്രി വന്ന് പറയാണ് മലപ്പുറം ജില്ലയിൽ ജയിച്ചവരുടെ പേര് നോക്കാൻ. ഇവരെന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്! എത്ര വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുകയാണ് ജയിച്ചവരുടെ പേര് നോക്കാൻ. പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പൊന്നാട അണിയിക്കും. ആര്? നമ്മുടെ മുഖ്യമന്ത്രി. അവരെ കൊണ്ടും പറയിപ്പിക്കും വർഗീയ വിദ്വേഷം, ഇല്ലേ? എന്നിട്ട് ഇപ്പം എന്തായി? ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായി? ഇപ്പം മൊത്തം കൺഫ്യൂഷനായി. ഭൂരിപക്ഷമില്ല, ന്യൂനപക്ഷമില്ല. പക്ഷെ UDFനൊരു നിലപാടുണ്ട്. അത് ഉറച്ച മതേതര നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല. ആര് പറഞ്ഞാലും എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ മതേതര നിലപാടിൽ ഒരു കേരളത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നെഞ്ചി തട്ടിയാണ് പറഞ്ഞത്. പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ ഓർമ്മയാവും. കുറേ കഴിഞ്ഞാൽ ഓർമ്മയെ പോലും ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകും, നമ്മുടെ കേരളം. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. ഈ കേരളത്തിൽ ഏത് പാവപ്പെട്ടവൻ്റെ കോളനി പോയാലും പണക്കാരൻ്റെ കോളനി പോയാലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന നമ്മുടെ കേരളം. ആ കേരളത്തെ തകർക്കാൻ ആര് വന്നാലും, ഏത് ശക്തി വന്നാലും അതിനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത ആ മതേതര നിലപാടിനെ ഈ മതേതര കേരളം 2 കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വലിയ പോരാട്ടം നമുക്ക് ജയിച്ചേ മതിയാവൂ. പോരാളികളെ പോലെ ഈ മഹായുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഈ ദുർഭരണത്തെ താഴെ ഇറക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതുയുഗത്തിനുള്ള ഈ ആരംഭത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. അട്ടിമറികൾ ഉണ്ടാകണം ഈ ജില്ലയിൽ. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ ഈ കുറ്റ്യാടി മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. വിളിച്ചു പറയണം. ഏറ്റവും കനത്ത ഭൂരിപക്ഷത്തിൽ
UDF MLA കുറ്റ്യാടിയിൽ നിന്നും ജയിച്ചുവെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിശ്രമമില്ലാതെ ഇന്ന് നിങ്ങൾ തുടങ്ങണം. എനിക്ക് ആ ഉറപ്പ് വേണം. തരുമോ? ഞാനത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ പുരിവെയിലിൽ നൽകിയ വിവരണാതീതമായ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു.